ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാട്ടിലിറ്റിയും കണ്ടേക്കാം. ഏഷ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് എല്ലാ മാർക്കറ്റുകളും ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ പല മാർക്കറ്റുകളും റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. ജപ്പാൻ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റും റെക്കോർഡ് ഹൈനടുത്താണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. തൈവനീസ് മാർക്കറ്റും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം യൂറോപ്പിലും മെജോറിറ്റി മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു ഇന്നലെ. അമേരിക്കൻ ഇൻഡെക്സുകൾ റസൽ 2000 ഒഴികെയുള്ള എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. നാസ്ഡാക്ക്, S&P 500 ഈ ഇൻഡെക്സുകൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളിൽ നിന്നൊരു മിക്സഡ് സെന്റിമെന്റ് ആയിരുന്നു. മൈക്രോസോഫ്റ്റ്, ആമസോൺ ഈ സ്റ്റോക്കുകളാണ് മാഗ്നിഫിസന്റ് 7 ടെക്നോളജി കമ്പനികൾ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നു. മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം സാൻഡിസ്ക്, സീഗേറ്റ് ടെക്നോളജീസ് ഈ കമ്പനികൾ ഇന്നലെ വീണ്ടും ബെറ്റർ ആയിരിക്കുകയാണ്. മൈക്രോൺ റെക്കോർഡ് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. AMD പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിലുള്ളത്. ഇന്ന് മോർണിംഗിലെ ഏഷ്യയിലെ ടെക്നോളജി സ്റ്റോക്കുകളും സ്ലൈറ്റ്ലി വീക്കാണ്. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ കോപ്പർ ഒക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് $4780 പെർ ഔൺസിന്, സിൽവർ $78.9 പെർ ഔൺസ് ഈ റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികൾ മുന്നേറാണ്. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിലും ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. $98.25 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. അയൺ ഓർ പ്രൈസസും ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. നാച്ചുറൽ ഗ്യാസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $US അഗൻസ്റ്റ് ആയിട്ട് 93.33 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ധാരാളം Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളും ഒക്കെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ആ അനൗൺസ്മെന്റുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒക്കെ അതാത് സ്റ്റോക്കുകളിൽ കാണാം. ഇന്നലെ പുറത്തുവിട്ടുള്ള Q4 റിസൾട്ടുകളുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വാരി റിന്യൂവബിൾ ടെക്നോളജി, അതുപോലെ തന്നെ VST ഇൻഡസ്ട്രീസ് ഈ കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് Q4 റിസൾട്ടും അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടൊക്കെ പുറത്തു വിട്ടിരിക്കുന്നത്. വിപ്രോ റിസൾട്ട് അനൗൺസ്മെന്റ് വന്നിരുന്നതോ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻസ് ആണ്. അതേസമയം 15,000 കോടി രൂപയുടെ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പ്രൈസ് 250 രൂപ പെർ ഷെയർ ആണ് ബൈബാക്കിന് അവർ യൂസ് ചെയ്യാൻ അപ്പർ പ്രൈസ് ബെൻഡായിട്ട് കണക്കാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അറൗണ്ട് 60 കോടി ഷെയർസാണ് ബൈബാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 5.7% അത് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ വരുമ്പോൾ. അപ്പോൾ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻസ് ആണ്. മാർജിൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഗൈഡൻസ് ഒന്നും തന്നെ വിപ്രോ നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ US റെഗുലേറ്റർ മുമ്പ് അലഗേറ്റ് ചെയ്തിരുന്ന പോലെയുള്ള $250 മില്യൺ ബ്രൈബ് ഒന്നും തന്നെ ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടുണ്ട്. ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ RVNL 962 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ലോവസ്റ്റ് ബിഡർ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ. ഒപ്പം ISGEC ഹെവി എഞ്ചിനീയറിംഗ് നൈജീരിയയിലത്തെ ഷുഗർ കൗൺസിലായിട്ട് ഒരു അലയൻസ് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഷുഗർ പ്രൊജക്റ്റുകൾക്കുള്ള അഡ്വൈസസ് ഒക്കെ നൽകാനാണ്. DCX സിസ്റ്റംസ് 9.3 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഋഷാബ് ഇൻഡസ്ട്രീസ് 30 കോടി രൂപയുടെ ഓർഡർ ജർമ്മൻ കമ്പനിയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഡോഡ്ല ഡയറി അവരുടെ സബ്സിഡിയറിക്ക് ബീഹാറിലെ 7.15 ഏക്കർ ലാൻഡ് കിട്ടിയിട്ടുണ്ട്. പുതിയ ഡയറി പ്രൊജക്ടിന് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ് ഡോഡ്ല ഡയറിനെ സംബന്ധിച്ച്. ലോങ് റണ്ണിലേക്ക് കൽക്കട്ട ഇലക്ട്രിക് സപ്ലൈ കോർപ്പറേഷൻ സെസ്ക് പവർ പർച്ചേസ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. 4 ഹൈബ്രിഡ് പവർ ഡെവലപ്പേഴ്സ് ആയിട്ടാണ്. 600 മെഗാവാട്ട് പവറിനുള്ള ഒരു പവർ പർച്ചേസ് അഗ്രിമെന്റ് ആണ്. 25 വർഷത്തേക്കാണ്. സെസ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. KPI ഗ്രീൻ സോളാർ രംഗത്ത് ധാരാളം സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്റർസ്റ്റേറ്റ് പവർ ട്രേഡിംഗ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. ഇത് വളരെ പോസിറ്റീവാണ്. ഇത് അവർക്ക് ഗുജറാത്തിൽ മാത്രമാണ് പവർ
സെല് ചെയ്യാനായിട്ട് അധികാരം ഉണ്ടായിരുന്നത് ഇനി ഓൾ ഓവർ ഇന്ത്യയിൽ സെല് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇന്നൊരു മ്യൂട്ടഡ് ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഏവിയേഷൻ ടർബോ ഫ്യൂവൽ ക്രഞ്ചൊക്കെ ഉണ്ടാവും. സ്റ്റോക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലൊക്കെ എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എയർലൈൻസിനെ ബാധിക്കാം. അതുപോലെ തന്നെ ഫ്ലൈയിങ് കോസ്റ്റും കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഒരുപക്ഷെ ഇന്ത്യയിലും വരാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിനെയും അതുപോലെ തന്നെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനെയും റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലൊക്കെ പല രാജ്യങ്ങളും പിന്തിരിഞ്ഞുകൊണ്ട് മറ്റ് ഫ്യൂവലുകളിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. സോളാർ പവർ, അതുപോലെ തന്നെ തെർമൽ പവർ, ന്യൂക്ലിയർ പവർ, ഇത്തരത്തിലുള്ള സെഗ്മെന്റിലൊക്കെ വീണ്ടും ഒരു പോസിറ്റീവ് ബയാസ് ഗോയിങ് ഫോർവേഡ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കോൾ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന രീതി വീണ്ടും വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് കോൾ ഇന്ത്യ പോലുള്ള ഓഹരികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം എന്ന് ഒത്തുതീരുന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇറാന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വരുന്നില്ല. മറിച്ച് ഇത് വീണ്ടും നീണ്ടുപോയേക്കും എന്നുള്ള ഒരു അസസ്മെന്റാണ് പൊതുവെ ഉള്ളത്. ഇത് തീർച്ചയായിട്ടും വളരെ നെഗറ്റീവാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസ് ഒക്കെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കാര്യം നന്നായിരിക്കും. കാരണം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ അണ്ടർ വെയിറ്റേജ് കൊടുത്തിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ബൈയിങ് ഒന്നും തന്നെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എവരി റൈസിൽ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയുണ്ട്. ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.